സുരാജ് ചേട്ടനായിട്ടുള്ള സുരാജ് ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും കമ്മട്ടിപ്പാടത്തിലാണ്. അതിനുശേഷം സുരാജ് ചേട്ടനായിട്ടും ഷൈൻ ചേട്ടനായിട്ടൊക്കെ പിന്നെയും ഒരുപാട് സിനിമകൾ ചെയ്തു. സുരാജ് ചേട്ടനായിട്ട് ഈ ബാലനും ഷൈൻ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുകയും അത് കോംപ്രമൈസ് ചെയ്യാൻ വരികയും അതിന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൈ കൊടുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഈ നമ്മുടെ ഷൈൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടറിനെ നോക്കിയിട്ട് ഷൈൻ ചേട്ടനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നൊരു രംഗമുണ്ട്. അപ്പോൾ എൻ്റെ പല്ലിങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിന് മുമ്പ് അത് രാജീവേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. ആ കരാട്ടക്കാരൻ്റെ സ്ഥലത്ത് നീയാണോടാ കരാട്ടക്കാരൻ, വാടാ പന്നി എന്ന് പറഞ്ഞ് ഇങ്ങനെ അത് സുരാജ് ചേട്ടൻ അത് എന്താണെന്ന് മനസ്സിലായില്ല. സുരാജ് ചേട്ടൻ പറഞ്ഞു, രാജേട്ടൻ അത് ഒന്നുകൂടി പോകണ്ടേ, അത് എടാ നീ എന്താ ചിരിച്ചേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ നമ്മൾ ചിരിച്ചാലാട്ടോ അത് ഞാൻ കേട്ടാ അപ്പോൾ സുരാജ് ചേട്ടൻ അത് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ അല്ല അവൻ ചിരിച്ചു, അല്ല അതവൻ പിടിച്ചേക്കണതാണ്, ക്യാരക്ടർ പിടിച്ചേക്കണമെന്ന് പറഞ്ഞു. അത് സംഭവം. അപ്പോൾ എന്നോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇയാൾക്കൊരു ആനിമൽ, എല്ലാ മനുഷ്യർക്കും ഒരു ആനിമൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുത്തപ്പോൾ ഇയാൾക്കൊരു ആനിമൽ കൊടുത്തിട്ടുള്ളത് ഒരു പട്ടിയാണ്. ആ പട്ടികളിൽ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു മുരളിയിട്ട് ഇങ്ങനെ കാണിക്കുന്നൊരു സാധനമാണ്. ഇങ്ങനെ ഞാൻ ഒന്നും ചെയ്യണില്ല, കൂടുതൽ കളിച്ചാൽ തന്നെ ഞാൻ ഇടിക്കും എന്നൊക്കെ പറയുന്ന പോലെ. അത് ഉടക്ക് കൂടിയാൽ മാത്രമേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മോണ കാണിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു സാധനം ഈ ഒരു തെരുവ് നായയുടെ ഒരു എന്താ പറയുക ബിഹേവിങ് ചെറുതായിട്ട് ഈ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കായപ്പോൾ അല്ലെങ്കിൽ അത് ഇങ്ങനെ എടുത്ത് ചോദിച്ചപ്പോൾ അത് ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇന്നതാണ് കാര്യമെന്ന് സുരാജ് ചേട്ടനോട് പറഞ്ഞപ്പോൾ സുരാജ് ചേട്ടനത് എന്താ പറയുക സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും നീ അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ സുരാജ് ചേട്ടനിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം അത് ഞാൻ പങ്കുവയ്ക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ പോക്കും വീട്ടിലെ കാര്യങ്ങളും ഉണ്ട്. അപ്പോഴും വീട്ടിലാരും ഈ പറഞ്ഞ പോലെ ആരും ഹാപ്പി ആയിട്ടില്ല. അവസരം കിട്ടി, ഓക്കെ, എന്തോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പല സിനിമകളിലും. അപ്പം എൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരുന്നില്ല. നാട്ടുകാർക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും വീട്ടിൽ പ്രശ്നക്കാരൻ തന്നെയായിരുന്നു. അപ്പോൾ സന്തോഷം വന്നാലും പ്രശ്നമാണ്, സങ്കടം വന്നാലും പ്രശ്നമാണ്. സന്തോഷം വന്നാലും കുടിക്കും, സങ്കടം വന്നാലും കുടിക്കും, ചന്ദ്രൻ ഉദിച്ചാലും കുടിക്കും, ഉദിച്ചില്ലെങ്കിലും കുടിക്കും എന്ന് പറയണ അമരത്തിൽ പറയുന്ന ഡയലോഗ് പോലെയാണ്. ഇതെങ്ങനെയാണെങ്കിലും അവസാനം ഭ്രാന്തിലാണ് വന്ന് തീരണേ. അപ്പോൾ അതുകൊണ്ട് അമ്മ എപ്പോഴും ഞെട്ടിയാണ് നമ്മളെ കാണുന്നത്. ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. കുറേ നാൾ ഇടയ്ക്കിടയ്ക്ക് ഡബ്ബിങ്ങിന് പോകും, അവിടെ താമസിക്കും. സ്റ്റുഡിയോയിലെ ഓഫീസ് ബോയ് അല്ല, കമ്പനി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ ഗ്യാപ്പുള്ളപ്പോഴൊക്കെ കയറും. അതായത് എനിക്കെന്ന് പറഞ്ഞൊരു ദിവസം ബ്ലോക്കിംഗ് ഇല്ല. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് വല്ല ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചായ കുടിക്കാനോ എന്തെങ്കിലും പോകുമ്പോൾ ആ ഒരു 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ അത് കയറി ചെയ്ത സാധനം ഒന്നും കൂടി നന്നാക്കും. അങ്ങനെയൊക്കെ സമയം ഇതിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനരിയും കുരലുകളെല്ലാം ആ പാട്ട് എന്നെ കൊണ്ടൊന്ന് പാടിച്ച് നോക്കിയായിരുന്നു. പക്ഷേ എനിക്കത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാട്ട് പഠിക്കുകയും വലിയ തെറ്റില്ലാതെ അത് വേദികളിൽ മെയിനായിട്ട് കമ്മട്ടിപ്പാടത്തിന് ശേഷം കയറിയിട്ടുള്ള എല്ലാ വേദിയിലും ഈ കയ്യടിക്കല എന്ന് പറയുന്ന ഡയലോഗും ഈ പാട്ടുമാണ് എൻ്റെ ഹൈലൈറ്റ്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ്, അതാണ് കൂടുതൽ ചോദിക്കുക, ആളുകൾ ചെയ്യിപ്പിക്കുക അത് തന്നെയാണ്. അപ്പോൾ ആ പാട്ട് ഫസ്റ്റ് എന്നെക്കൊണ്ട് പാടിച്ചാലോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ അത് വർക്കായില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടി ആ പാട്ട് അറിയാമെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ പാട്ട് പാടാൻ ചിലപ്പോൾ പറ്റിയേനെ. എന്തായാലും അത് നല്ല കൃത്യമായ ആൾ തന്നെയാണ് പാടിയത്. ആ പാട്ടിൻ്റെ അതിനെന്ത് വിജയമുണ്ടാവണോ അത് തന്നെ സംഭവിച്ചു.
ഇത് കഴിഞ്ഞ് എൻ്റെ ഡബ്ബിങ് ഏകദേശം കഴിഞ്ഞു. പിന്നെ എന്നാലും ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ വരും. അവിടെ വന്ന് നമ്മുടെ അവകാശമുണ്ടല്ലോ, അവകാശങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാം, പിന്നെ അവിടെ വന്ന ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് കാണാം. അങ്ങനെ കയറി ഇറങ്ങി പോവും. അടുത്ത് തന്നെയാണല്ലോ, തൃപ്പൂണിത്തുറയും കടവന്ത്രയല്ലേ. അപ്പോൾ ദുൽഖർ വരുന്നുണ്ട്. ലാസ്റ്റ് ദിവസം ദുൽഖറിൻ്റെ ഡബ്ബ് കഴിയുകയാണെന്നുള്ളൊരു ന്യൂസ് കിട്ടി. അപ്പോൾ ആ സമയത്ത് എൻ്റെ 2 കൂട്ടുകാരുണ്ട്. അപ്പോൾ ഞാനിത് ഒരുപാട് പേരോട് പറഞ്ഞ് നടന്നിട്ടില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയാം. ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ തൃപ്പൂണിത്തുറയൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ തിയേറ്റർ സീൻ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ കണ്ടു. അപ്പോൾ അവൻ്റെ ഒരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അവന് സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. എന്നാലും അത്ര അംഗീകാരമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവർ രജീഷ് ആശുപത്രിപ്പടിയിൽ മുടിവെട്ട് കട നടത്തുന്ന കൂട്ടുകാരനാണ്. പിന്നെ ജയൻ ചേട്ടൻ അവിടെ RLB കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോസ്റ്റൽ നടത്തുന്ന ഒരുപാട് ബിസിനസ്സുകൾ കാര്യങ്ങളുണ്ട്. സ്വർണ്ണപ്പണിയിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നേരത്തെ മുതൽ അറിയാവുന്ന ചെറുപ്പം മുതലുള്ള കൂട്ടുകാരിൽ ഒരാളാണ്. അപ്പോൾ ഈ 2 പേരുമായിട്ട് ഒരു കല്യാണത്തിന് പോകാൻ, അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞ് ജയൻ ചേട്ടൻ്റെ കാറിന്. അപ്പോൾ ഈ ദുൽഖർ ഇവിടെ ഉണ്ട്, കടവന്ത്രയിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവർക്കും കാണണമെന്നുള്ളൊരു ആഗ്രഹമായി. അങ്ങനെ നേരെ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം അടിച്ച് ചെറിയൊരു കോണാണ്, അങ്ങനെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഡബ്ബിങ് കഴിഞ്ഞ് വന്ന്, അപ്പോൾ ഇവർ ഇവിടെ നിന്നിങ്ങനെ ആരാധനയോടെ അവർ ദുൽഖറിനെ ഇങ്ങനെ പേടിയോടെ ഇങ്ങനെ നിന്ന് കാണുന്നുണ്ട്. അപ്പം ഞാൻ കൂളായിട്ടിരിക്കുന്നു. ഞാൻ എണീറ്റപ്പോൾ എൻ്റെ തോളത്ത് ഇങ്ങനെ വിളിച്ച് ബാലൻ ചേട്ടനാണ് കേട്ടോ ഇതിലെ നായകൻ എന്ന് ദുൽഖർ സൽമാൻ പറയുന്നത് എൻ്റെ ഈ 2 കൂട്ടുകാരും കേട്ടു. അതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നെ അവർ ഈ പറഞ്ഞ പോലെ പിന്നെ നാട് മൊത്തം അതറിഞ്ഞു. പതുക്കെ എന്താ പറയുക, ഭിത്തികളിൽ പോസ്റ്ററുകൾ വരാൻ തുടങ്ങി. എൻ്റെ പടം ഈ കൂട്ടത്തിൽ ഒരു 4-5 പേരുടെ കൂട്ടത്തിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര കിട്ടിയാലും ഈ നടന് പോരാ എന്ന് പറയുന്ന, നടനല്ല മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിലുള്ളതാണല്ലോ. നമ്മുടെ ഒറ്റയ്ക്കൊരു പടം വന്നില്ല, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ളൊരു പടം വന്നില്ല എന്നൊക്കെ ഉള്ള പരാതികൾ പറയൽ അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ വലിയ കാര്യമായി പുറത്താരോടും പ്രകടിപ്പിച്ചിട്ടില്ല, വീട്ടിലും പ്രകടിപ്പിച്ചിട്ടില്ല. വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ പറയുക, എന്തോ ചൊല്ല് പറയുമല്ലോ, കോഴിക്ക് ഇത് വന്നിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് രക്ഷപ്പെട്ടാലും വീടിന് ഉപകാരമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അന്നത്തെ കാലം. അപ്പോൾ ആർക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നോടുള്ള പെരുമാറ്റത്തിലൊന്നും അങ്ങനെ ഇത് വന്നിട്ടില്ല. അപ്പം ഞാനും ഇങ്ങനെ വിട്ടേക്കാണ്. അത് കൂടുതൽ പറഞ്ഞു നടന്നിട്ടുമില്ല. 2016 മെയ് 20 വെള്ളിയാഴ്ച അങ്ങനെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ആദ്യമായിട്ട് ഇൻ്റർവ്യൂസിന് പോവുകയാണ്. ഞാൻ ആദ്യം കൊടുത്ത ഇൻ്റർവ്യൂ ചാനൽ ഏതാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. അത് ആ പ്രൊഡക്ഷൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂവിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതിൻ്റെ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള വിറവൽ, ഞാൻ അഭിനയിക്കുന്ന കോൺഫിഡൻസോ ഒന്നും എനിക്ക് ആ സ്റ്റുഡിയോയിൽ പോയിട്ട് കയ്യും കാലും വരച്ചിട്ട് പാടില്ലായിരുന്നു. എന്താ പറയേണ്ട വെപ്രാളവും ആകെ വല്ലാതെ കഷ്ടപ്പെട്ട ഒരു ദിവസം അതായിരുന്നു. പിന്നീട് അന്ന് തലേ ദിവസം സൈമനും ഞാനും കൂടി സൈമൻ്റെ വീടിൻ്റെ മുമ്പിലിരുന്ന് ഒരു പൈൻറ്റ് വാങ്ങിച്ചിട്ട് 2 പേരും കൂടി അടിക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസം സിനിമയ്ക്ക് പോകുന്ന കാര്യമൊക്കെ പറയുന്നു. അപ്പോഴും വലിയ ഈ
ഇതൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, നമ്മളൊരു ഒരു ഫാൻസിനെ ഉണ്ടാക്കി എല്ലാവരും കൂടി പോകുന്ന അങ്ങനെ എന്താവും എന്നറിയില്ല. കാരണം അന്നയും റസൂലും ഷാബു ചേട്ടൻ്റെയും രംഗൻ ചേട്ടൻ്റെയും അതേപോലെ ഒരുപാട് എൻ്റെ കൂട്ടുകാരുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ എന്താണ് വരാൻ പോണ, കട്ട് ചെയ്ത് എന്താ ഇറങ്ങാൻ പോകണമെന്നൊന്നും അറിയില്ല. എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത്രയും മാത്രം സീനുകൾ ഈ കഥ പറയുന്നതിൻ്റെ പകുതി മുക്കാലും ഈ ക്യാരക്ടർ ഇല്ലാതെ എന്തായാലും ഈ കഥ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഡബ് ചെയ്തേക്കണ സീൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാവും. എന്തായാലും വന്നിട്ട് സ്ക്രീനിൽ കണ്ടതിന് ശേഷം നമുക്ക് പണി തുടങ്ങാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ ഓരോരുത്തർ തലേദിവസം തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഇപ്പോൾ ദിവ്യ, ഇതിനകത്ത് കമ്മട്ടിപ്പാടത്തിൽ എനിക്ക് ഒരുപാട് ബന്ധമുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടായിട്ടുള്ള, ഇപ്പോഴും ആ സൗഹൃദം നിലനിർത്തുന്ന കുറേ ആളുകൾ. ആദ്യം പറഞ്ഞു പോയ പേരിൽ വിട്ടുപോയ ഒരു പേരാണ് ദിവ്യ ഗോപിനാഥ്. അപ്പോൾ ദിവ്യ വിളിച്ചു തലേദിവസം, നാളെ എവിടെയാണ് കാണുന്നത്, കവിതയിൽ എല്ലാവരും എത്തുന്നുണ്ട്, അങ്ങനെ ടീമൊക്കെ കവിതയിലാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കവിതയിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരൊക്കെ ഉണ്ട്, 1-2 പേരുണ്ട്. പിന്നെ കുറേ പേര് വൈകുന്നേരം സെൻട്രൽ തിയേറ്ററിൽ കാണാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോഴും വീട്ടിൽ ഡിസ്കഷനൊന്നുമില്ല. വീട്ടിൽ അമ്മയെ കൊണ്ടുപോകണമെന്നോ അങ്ങനത്തെ ഡിസ്കഷനൊന്നുമില്ല. അല്ലെങ്കിൽ സ്വന്തക്കാരോട് വിളിച്ച് പറയുക, അങ്ങനത്തെ അതൊന്നും നടന്നിട്ടില്ല. എന്തോ ഒരു ഇതിൽ ഓളത്തിലിങ്ങനെ പോവുക. വേറെ വലിയ എൻ്റെ ജീവിതം മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒരു പ്ലാനും ഇല്ല. 20-ാം തീയതി പോകുന്നു, കൈ കിട്ടിയ ഉള്ളതിൽ ഭേദപ്പെട്ട ഒരു വസ്ത്രമൊക്കെ ഇട്ട്. അപ്പോൾ ഈ എന്താ പറയുക, ഗണേശന്, ചേട്ടന്മാർക്കൊക്കെ അറിയാം, ഗണേശനും അത് ഗണേശൻ്റെ കഥ പറഞ്ഞു വരുമ്പോൾ ഞാനത് പറയാം. കാരണം എൻ്റെ ആക്ടറെ വളർത്താൻ ഗണേശൻ ഒരുപാട്, ചേട്ടന്മാർ അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ട്. വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇല്ലാതെ ഒന്നുമല്ല ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ 20-ാം തീയതി റിലീസിന് പോകുന്നു. റിലീസിന് പോയിട്ട് എല്ലാവരും ഇങ്ങനെ കയറ്റുന്നു. നമ്മൾ പറഞ്ഞ കുറേ പേര്, ഇപ്പോൾ കുമാർ ചേട്ടൻ വന്നു, അങ്ങനെ കുറേ ചേട്ടന്മാരും എൻ്റെ ബന്ധപ്പെട്ട കുറച്ച് പേര്, ഏറ്റവും അടുത്ത കുറച്ച് പേര് വന്നാൽ അവർക്ക് ടിക്കറ്റ് ഇല്ലാതെ അവരെ കയറ്റുന്നു. ഒന്നാമത് അവരെ വിളിച്ച് വരുത്തുന്ന തന്നെ ഞാൻ പേടിച്ചാൽ, എനിക്ക് എങ്ങനെ ടിക്കറ്റ് ചോദിക്കും, എനിക്ക് ടിക്കറ്റ് എടുക്കാൻ തന്നെ പൈസ ഇല്ല. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കയറ്റും, മീൻസ് നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട എങ്കിലും നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ പേരും പറഞ്ഞ് കുറേ പേരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഇത് ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് വന്നു, ഒരു 4-5 ടിക്കറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജിൻചേട്ടനും പ്രിൻസൊക്കെ കൂട്ടുകാരുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പിന്നെ കുറച്ച് പേര് വിളിച്ച് വന്നവരെയും കയറ്റി. പടം തുടങ്ങാറായി. ഞാനപ്പോൾ ഫ്രണ്ടിലാണ്, എനിക്ക് എല്ലാവരും കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കയറിയത്. ഫ്രണ്ടിൽ ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സിനിമ തുടങ്ങി ആദ്യത്തെ ഈ കൃഷ്ണൻ്റെ വോയിസ് ഓവറുകളാണ് വരുന്നത്. പിന്നെ കഥ ഇങ്ങനെ പറഞ്ഞു വരുന്നു. പിന്നെ എൻ്റെ ചെറുപ്പമാണ് കാണിക്കുന്നത്. ചെറുപ്പം ചെയ്തിട്ടുള്ള, അപ്പോൾ ആദ്യം എൻ്റെ രൂപം വരുന്നതിന് മുമ്പ് ഞാൻ ഈ വാക്ക് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ ശബ്ദമാണ് വരുന്നതെന്ന്. ഈ കമ്മട്ടിപ്പാടത്തിലും എൻ്റെ ശരീരം വരുന്നതിന് മുമ്പ് എൻ്റെ ശബ്ദം തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു കുളം തേകുന്ന സീനുണ്ട്. അവിടെ കൊച്ചുബാലൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ വട്ടവലക്കി മീൻ തപ്പുന്നുണ്ട്. ആളുടെ എൻ്റെ അച്ചാച്ചനെ തല്ലണമെന്ന് പറഞ്ഞിട്ട് ഒരു ഒച്ച എടുക്കുന്നുണ്ട്. അവന് ഡബ് ചെയ്തത് ഞാനാണ്. എൻ്റെ ചെറുപ്പത്തിന് ഡബ് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ താനെവിടെ പോണ് എന്ന് ചോദിക്കുന്നൊരു ഡയലോഗുണ്ട്. അങ്ങനെ 1-2 ആശാനെ ഇവനൊരു 4 ലൈൻ്റെ ബുക്ക് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇത് ഈ കൊച്ചുപാലിന് ഞാൻ ഡബ് ചെയ്തതാണ്. അപ്പോൾ ഈ സീനൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര ടെൻഷനുണ്ട്. എടാ വേഗം പാടാ, കവിതാ തിയേറ്ററിൽ അടി കിടക്കണ്ട, ബാലഞ്ചേട്ടനും പോർക്കും കൂട്ടിലെ പിള്ളേരുമായിട്ട് അടി കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട്
ഇവൻ മജീദിൻ്റെ ക്യാരക്ടർ സൈക്കിൾ എന്ന് പറയുന്നു. ഇവരെല്ലാവരും ഗംഗയും കൃഷ്ണനൊക്കെ കൂടി സൈക്കിൾ ചവിട്ടുന്നു. ആ ഒരു പ്രത്യേക മ്യൂസിക്, പിന്നെ ആ മ്യൂസിക്കുമായിട്ട് അങ്ങനെ ചേർന്ന് വാടാന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം, പിന്നെ ഒരു രൂപം ഇങ്ങനെ കാണും. ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കുക, എവിടെയില്ല ഞാൻ, ഭൂമിയിലും ഇല്ല ആകാശത്തും ഇല്ല, നടുക്ക് എയറിലായി എന്ന് പറയുന്ന ഒരവസ്ഥ. ഇനി അത് ഓസ്കാർ കിട്ടിയാൽ ആ ഒരു ഫീല് തിരിച്ച് കിട്ടുമോ, അത് അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് ഇങ്ങനെ എങ്ങനെ അത് അവതരിപ്പിക്കുക എനിക്കൊരു മനസ്സിലാവാനുള്ള അത്രമാത്രം വിങ്ങൽ വന്നു. ആ സീൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ അടിക്കുന്നു, വാടാ പോർക്കും കൂട്ടിലെ പന്നികളെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ കാറിൻ്റെ മുകളിൽ കയറുന്നു, ഇത് പറയുന്നു. അപ്പോൾ ആ ആളുകളിൽ ഉണ്ടാവുന്ന ഒരു പൾസ്, ആളുകൾ കുശു ആരും ഇങ്ങനെ എന്താ പറയുക, നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് ഏറ്റവും എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്, ജനം സ്വീകരിച്ചു എന്നുള്ളത്. ഇതെങ്ങനെ എനിക്കാണെങ്കിൽ ഇങ്ങനെ കടൽ അല അടിക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഇങ്ങനെ വിമ്മി വരികയാണ്. അത് കഴിഞ്ഞ് ഓരോ സീനും എൻ്റെ ക്യാരക്ടർ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ തിയേറ്ററിൽ നിന്നുണ്ടാവുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് കൈയടിച്ചുകൊണ്ടോ പറഞ്ഞുകൊണ്ടല്ല, അത് അവരുടെ ഒരു വൈബ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്, ആ ഒരു പൾസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ മാർക്കറ്റ് സീൻ വന്ന് കൈയടിക്കടാ എന്ന് പറയുന്ന ഡയലോഗിനെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കൈയടിക്കട എന്ന് പറയുന്നിടത്ത് കൈ അടിച്ചില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നൊരു പരാജയം, അത് കൂടുതലും എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരാനാണ് സാധ്യത. മറിച്ചാവുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക 80% അല്ലെങ്കിൽ 90% കൈ അടിക്കാതിരിക്കാനാണ് സാധ്യത. കൈ അടിക്കുമെന്നുള്ള പ്രതീക്ഷ, കൈ അടിപ്പിക്കണമെന്നുള്ള ആഗ്രഹവും ആ വാശിയൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നു. കൈ അടിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഏറ്റവും വലിയൊരു ടെൻഷൻ, ആ ഒരു മുഹൂർത്തം ഇങ്ങനെ മുള്ളുമേലായിരുന്നു. അത് കൈയടിച്ചപ്പോൾ ഇത്രയും നേരം പിടിച്ചു വെച്ച സാധനം വന്നിട്ടൊരു കരച്ചിലങ്ങ് വന്നു. ഈ ആൾക്കാർ ഇത് ഇന്ന് വരെ കാണാത്ത ഒരുത്തം വന്നിട്ട് കൈയടിക്കണം, മലയാളിനെ കൊണ്ട് കൈയടിപ്പിക്കണമെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് രാജീവ് രവി എന്ന് പറയുന്ന സംവിധായകൻ്റെയും ആ ടീം വർക്കിൻ്റെയും പിന്നെ എനിക്ക് യൂണിവേഴ്സിൽ ഉണ്ടാക്കി തന്ന ഒരു ജീവിതത്തിൻ്റെയും എൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും ആ ദിവസത്തിലേക്ക് പോയ സങ്കടം കേട്ടോ. ആ ദിവസം ഞാനിപ്പോൾ ഇരുന്ന് അനുഭവിക്കുക. അതിൻ്റെ അത് പറഞ്ഞാത്തി മനസ്സിൽ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ഞാൻ എന്നിട്ട് അടുത്ത് ഇരുന്ന് ആരാണെന്ന് പോലും അറിയില്ല, 2 സൈഡിലെ ആളുണ്ട്, അതിൽ നിന്ന ആളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അത് പിന്നീട് ഇൻ്റർവെല്ലായപ്പോൾ അറിഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്, അർജുൻ എന്ന് പറഞ്ഞിട്ട്, അവൻ ആക്ടറാണ്, തൃപ്പൂണിത്തുറയിൽ തന്നെയുള്ള. അപ്പോൾ എന്താ പറയുക, ആ ദിവസം എൻ്റെ ജീവിതത്തിലെ എന്താ പറയുക, എൻ്റെ ഏറ്റവും പീക്ക് രതി, ഞാൻ അനുഭവിച്ച ഏറ്റവും പീക്കായിട്ടുള്ള ഒരു മുഹൂർത്തം അതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്താ പറയുക, ഇനിയും അത് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ജീവിതം. ഒരിക്കൽ കൂടി ഒരു തവണയും കൂടി അത് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു കൊതി, ഒരു ആർത്തി. ആ ഒരു കയ്യടി അതുവരെ സ്റ്റേജിലോ അവിടെ ഇവിടെയൊക്കെ കിട്ടിയതിൻ്റെ അതൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്കായിരുന്നു. ആ കയ്യടി ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. എൻ്റെ ഫാൻസ് ഇല്ല, ഞാൻ കാശ് കൊടുത്ത് കയറ്റിയവരില്ല, എന്നെ അറിയുന്നവരില്ല, ആരുമില്ല. ആ ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് കിട്ടിയ, ആ പെർഫോമൻസിന് കിട്ടിയ കയ്യടി, അതിന് ഞാൻ അന്ന് എന്നെ സ്വീകരിച്ചവർ ഇന്നും എന്നെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ മാത്രം എന്നെ ഇഷ്ടപ്പെടുന്നവരിപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്നെ ബാല എന്ന് എന്നെ വിളിക്കുന്ന, എന്നെ ബാലൻ ചേട്ടാന്ന് വിളിക്കുന്ന അപ്പൂപ്പന്മാരുണ്ട്, അമ്മൂമ്മമാരുണ്ട്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ വട്ടം കൂടുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആർക്കും അങ്ങോട്ട്
മനസ്സിലാവുന്നില്ല. അതായത് എന്നെ അറിയാവുന്നവർ എന്നെ എൻ്റെ കൂട്ടുകാർ കയറിയവരൊക്കെ കെട്ടിപ്പിടിച്ച് ഇതുവരെ ഓക്കെയാണ്, സെറ്റാണ്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂടെ അഭിനയിച്ചവരിപ്പോൾ ദിവ്യയും അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്തവരൊക്കെ എല്ലാവരും ഇങ്ങനെ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയെ. എന്നിട്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞു. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അതാണോ ഇതാണോ എന്നൊക്കെ ഉള്ളൊരു ഇത് നോക്കുന്നുണ്ട്. കൈയടിക്കണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സീൻ കഴിഞ്ഞിട്ട് പിന്നെ അത് കോമൺ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ ഈ ക്യാരക്ടറിനെ ഏറ്റെടുത്തിട്ടുണ്ട്, ഈ ക്യാരക്ടറിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ആ ക്യാരക്ടർ സിനിമയിൽ നിന്ന് ഔട്ടാവുന്നത് വരെ ആ ക്യാരക്ടറിനെ വിട്ടാരും പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് ആ തിയേറ്ററിൽ ഇരുന്നപ്പോൾ മനസ്സിലായി. ക്യാരക്ടറിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്, സിനിമയുടെ കൂടെ പ്രേക്ഷകൻ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ സിനിമ കണ്ട് ഇറങ്ങി. അപ്പോൾ ഗീതു ചേച്ചി ഉണ്ടായിരുന്നു, വിനായകൻ ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് വിനായകൻ ചേട്ടൻ്റെ തട്ടകമാണ് ഈ കമ്മട്ടിപ്പാടം അല്ലെങ്കിൽ ഈ കവിതാ തിയേറ്റർ എന്നൊക്കെ പറയുന്നത്. വിനായകൻ ചേട്ടന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് എന്നോടുള്ള വ്യക്തിപരമായ ഇഷ്ടത്തിൽ കൈയടിക്കാൻ ആരുമില്ല അന്ന്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഭയങ്കര വിജയം തോന്നിയത്. പക്ഷേ വിനായകൻ ചേട്ടന് വേണ്ടി കൈയടിച്ച് വിനായകൻ ചേട്ടനെ സ്വന്തക്കാരും ബന്ധുക്കാരും വന്ന് കൈയടിച്ചു എന്നല്ലട്ടോ ഇതിൻ്റെ അർത്ഥം. വിനായകൻ ചേട്ടൻ്റെ പെർഫോമൻസ് തന്നെയാണ് അതുവരെ ഉണ്ടായിരുന്ന വിനായകൻ ചേട്ടൻ്റെ ആ കരിയർ മാറി വേറൊരു ലെവലിലേക്ക് ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് തന്നെയാണ് വിനായകൻ ചേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെയും വിനായകൻ ചേട്ടൻ്റെയും ജീവിതത്തിൻ്റെ റൂട്ട് തിരിച്ച് വേറൊരു വഴിയിലേക്ക് ഞങ്ങളെ ട്രാവൽ ചെയ്യാൻ അനുവദിച്ച ഒരു ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ട്രാവലിന് ഒരു ടിക്കറ്റ് കിട്ടിയ ദിവസമായിരുന്നു 2016 മെയ് 20 വെള്ളിയാഴ്ച. അങ്ങനെ ഒരു വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയാണ് എന്നിലെ ആക്ടർ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും വരും എന്ന് തന്നെയാണ് വിശ്വാസം. ഫാമിലിയായിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2-3 മീഡിയ വന്നിട്ടുണ്ട് സെൻട്രൽ തിയേറ്ററിൽ. അപ്പോൾ അമ്മയായിട്ട് സിനിമ കണ്ട് ഇറങ്ങാൻ നേരത്ത് എനിക്ക് പേടിയുണ്ട്. അമ്മ ഈ പറഞ്ഞ പോലെ നുണ പറയാത്ത ഒരാളാണ്. അമ്മ ഉള്ളത് വളരെ സത്യസന്ധയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ അമ്മ എന്താ പറയാൻ പോകണമെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഞാൻ അമ്മയുടെ കയ്യിലിങ്ങനെ പിടിച്ചേക്കാണ്.